നാളെ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ്. നമുക്കും അത് കാണാൻ പറ്റും. ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, പൂനെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 11:20 തൊട്ട് 12:30 വരെയാണ് കാണാൻ പറ്റുന്ന സമയം. ഇച്ചിരിയൊക്കെ വ്യത്യാസം വരും. ഇതിനെ രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്നാണ് പറയുന്നത്. ബ്ലഡ് മൂൺ എന്ന് പറയും. നല്ല ചുമന്ന കളറിലായിരിക്കും അത്രേ ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ. അപ്പോൾ നിലാവത്തൊന്നും ഇറങ്ങി നിൽക്കുകയൊന്നും വേണ്ട, അതൊക്കെ അന്ധവിശ്വാസമാണ്. നാസയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് വായിച്ചപ്പം അതിനകത്ത് കണ്ടതാണ് നാസ ഇങ്ങനെ പറഞ്ഞതായിട്ട് അന്ധവിശ്വാസമാണെന്നൊക്കെ. പണ്ട് ഇതുപോലെ കൊറോണ വരുമ്പോൾ ആ കൊറോണ സൂര്യനിൽ ഇറങ്ങി നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി നിന്ന് കൊറോണയൊക്കെ ഇങ്ങനെ കൂടിയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ എന്തൊക്കെയായാലും സൂക്ഷ്മാണുക്കളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? നമ്മൾ ആ സമയത്തൊന്നും ആ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ വെച്ച് കഴിക്കാതിരിക്കുക. അതായത് ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് ആഹാരമൊക്കെ കഴിക്കുക. ഇവിടെയൊക്കെ ഉള്ളവർ പറയുന്ന 6 മണിക്ക് മുമ്പേ എല്ലാം കഴിക്കണമെന്നാണ്. പിന്നെ തുറന്നു വയ്ക്കാതൊക്കെ ഇരിക്കുക. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുളിക്കണമെന്ന് പറയുന്നവരുണ്ട്. എന്നാലും നമ്മുടെ അതൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഞാനാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിടും. അല്ലെങ്കിൽ വെള്ളം തളിച്ചാലും മതി. ആ സമയത്ത് ജപിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിലർ പറയും ആ മന്ത്രം ജപിക്കരുതെന്ന്. പിന്നെ ഇത് തിരുപ്പതി പോലുള്ള വലിയ മഹാക്ഷേത്രങ്ങൾ പോലും അടച്ചിടുന്ന സമയമാണ്. തുറക്കുന്ന ക്ഷേത്രം ശ്രീകാളഹസ്തി ക്ഷേത്രമാണ്. അവിടെ രാഹുകേതുക്കളുടെ പൂജയൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ പറയുന്ന കണക്കൊന്നും അത്ര പേടിക്കൊന്നും വേണ്ട. ഭയങ്കരമായിട്ടുള്ള പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു സ്ഥിതി വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ മനുഷ്യ മനസ്സിനെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക. കാരണം രാഹു ചന്ദ്രനെ അഫക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബുധനും അതിൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ ഇപ്പോൾ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ എന്തെങ്കിലും തെറ്റിപ്പോവോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റ് വരാതെ നമ്മൾ ശ്രദ്ധിച്ച് പറയുക. പറഞ്ഞത് വീണ്ടും ഒന്ന് കേട്ട് എന്നിട്ട് പിന്നെ സംപ്രേഷണം ചെയ്യുന്നവരൊക്കെ ലൈവ് ടെലികാസ്റ്റ് ഒക്കെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഒക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള പിന്നെ സോഫ്റ്റ്വെയർ, അത് ഹാർഡ്വെയർ ആയാൽ പോലും, അതുപോലെ തന്നെ ഈ കറണ്ട് കൊണ്ടുള്ള സാധനങ്ങളെല്ലാം എന്തുപയോഗിച്ചാലും അതിനകത്തൊക്കെ വൈറസ്, ഇപ്പോൾ സെല്ലായാൽ പോലും അതിനകത്തൊക്കെ വൈറസ് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഉപകരണങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ജാം ഒക്കെ ഉണ്ടാകും. ഇപ്പം തന്നെ ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. വലിയൊരു ഭൂകമ്പത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ ഇതുപോലെ പറഞ്ഞിരുന്നു, വ്യാഴത്തിന് ദൃഷ്ടി ഉള്ളത് കൊണ്ട് അത് സംഭവിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷേ വ്യാഴത്തിന് രാഹുവും ശനിയും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ കുറവായിരിക്കും. എന്തായാലും ചലനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് എത്ര മാഗ്നിറ്റ്യൂഡാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. സുനാമി സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇപ്പോൾ തീപിടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തീയൊക്കെ നിയന്ത്രണത്തിലാകാൻ വളരെയധികം സൂക്ഷിക്കണം. അപ്പം നമ്മൾക്കാണെങ്കിൽ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ആ ഗ്രഹസ്ഥിതികൾക്കനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ, ബഹുദൈവത്തിനെ നിന്ദിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക, ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ ബുധഗ്രഹത്തിനെ നിയന്ത്രിക്കാനുള്ള ഭഗവാനാണ്. അതുപോലെ ബാലാജി, തിരുപ്പതി ബാലാജി, മഹാവിഷ്ണു വ്യാഴഗ്രഹത്തിനെ നിയന്ത്രിക്കാനുള്ള ഭഗവാനാണ്. ശനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അയ്യപ്പസ്വാമിയും അതുപോലെ ശ്രീ പരമേശ്വരൻ എല്ലാ ഗ്രഹങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഭഗവാനാണ്. വിശ്വത്തിൻ്റെ തന്നെ വിശ്വനാഥനാണ്. ഇപ്പോൾ 2 സ്റ്റേറ്റുകൾ റെഡ് അലേർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിട്ടതിൻ്റെ 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ ആ മഴ നിർത്തിയതുപോലെ നിർത്തപ്പെട്ടു. ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു നന്ദി വാക്ക് പോലും പറയാൻ ആരുമില്ല. അപ്പോൾ നമുക്ക് തന്നെ സംശയം വരും, ഇത് നമ്മൾ പറഞ്ഞിട്ടാണോ അങ്ങനെ സംഭവിച്ചത്, ഇനി കാലാവസ്ഥാ പ്രവചനക്കാർക്ക് തെറ്റിയതാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് പോലും സംശയം വരും. അതുകൊണ്ട് ഇനി പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊന്നും നമ്മൾ നടത്തുന്നില്ല. പ്രപഞ്ചം അത് ആ പ്രകൃതി അതുപോലെ പൊയ്ക്കോട്ടെ, നമ്മളാരാണ്. പക്ഷേ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓൾറെഡി എല്ലാ ജനങ്ങളും കൂടെ വന്ന് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിയുന്നതുപോലെ നമുക്ക് ആകപ്പാട് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. നടക്കുമെങ്കിൽ നടക്കട്ടെ. ഇനി സംസാരം കേൾക്കുമ്പോൾ വല്ല അഹംഭാവമോ അല്ലെങ്കിൽ ഗമയോ അങ്ങനെയൊക്കെയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നോ എന്നൊരു കുഴപ്പമുണ്ട്. അതിനു വേണ്ടിയൊന്നും നമുക്കില്ല. ഒരു വട്ടപൂജ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ പരാജയം എന്ന് പറയുന്ന ഒരു ജന്മം കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെതേ ഞാൻ കണ്ടിട്ടുള്ളൂ.
എങ്ങനെയോ ജ്യോതിഷത്തിൽ വന്നു വിട്ടു, അതിനെ പ്രചരിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെയും കൂടെ പരാജയപ്പെട്ടാൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. ഗ്രഹണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവർ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ടുണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ ചന്ദ്രനായതുകൊണ്ട് ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഏറ്റവും നല്ലത് പ്രാർത്ഥിക്കാൻ. നമ്മളാരും നിർബന്ധിക്കുന്നൊന്നുമില്ല. നമ്മൾക്ക് വിശ്വാസം, നമ്മൾ കണ്ടറിഞ്ഞ സത്യമാണത്. ഇത്രയും ദേഷ്യത്തിൽ പറയാൻ കാരണം ഇതൊന്നും നമ്മളൊന്ന് പറയാനും വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് നാസയുടെ ഒരു പ്രസ്താവനയാണ്. ആ ജ്യോതിഷികൾ എന്താണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവരുടെ ശാസ്ത്രം, അവർക്ക് കഴിയുമെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒന്ന് രക്ഷിക്കട്ടെ. ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ജ്യോതിഷം പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അവർ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിടുന്ന റോക്കറ്റിനോ അല്ലെങ്കിൽ പിന്നെ അവര് ഉപയോഗിക്കുന്ന ഈ മറ്റുള്ള ഉപകരണങ്ങൾക്കൊക്കെ ഈ വരുന്ന ഭൂകമ്പം, ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോവുകയാണ്, അത് തടയാൻ പറ്റുമോ? അല്ലെങ്കിൽ സുനാമി, അത് തടയാൻ പറ്റുമോ? അല്ലെങ്കിൽ മഴ, മണ്ണിടിച്ചിൽ, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അഗ്നിമാരുത യോഗം ഈ സെപ്റ്റംബർ 13 വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതി പറയാൻ സെപ്റ്റംബർ 13 വരെ ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഒരു കലാശക്കൊട്ടമെന്ന് പോലെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ തടയാൻ ഇവരുടെ ഈ ശാസ്ത്രത്തിന് പറ്റുമോ? പറ്റുന്നത് ജ്യോതിഷത്തിനേ ഉള്ളൂ. ഇതൊരു പക്ഷേ കേൾക്കുന്നവർ 43 പേരെയൊക്കെയാണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടെന്ന് അത്രയും ഞാൻ പറയത്തുള്ളൂ. അത് കാരണം ഫേക്ക് കേട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് തുറന്നാൽ മൊത്തവും അതിനകത്ത് ഒരുപാട് ജ്യോതിഷമെന്നും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാരാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് ഇത്രയെങ്കിലും കേൾക്കാൻ പറ്റുന്നല്ലോ. അതും അടിസ്ഥാനമായിട്ട് പറയുന്നതാണ്. കണക്കൊന്നും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, കാരണം കണക്ക് നമുക്ക് അത്രയും അറിയത്തില്ല. പക്ഷേ ശാസ്ത്രത്തിനെ കുറിച്ച് ഇത്രയെങ്കിലുമൊക്കെ ഇപ്പോൾ വരെ അറിയാം. ഇത് ഉടനെ തന്നെ ബാക്കിയുള്ളത് നല്ലോണമൊക്കെ അറിയായിരുന്നു, കുറേ പോയി, ഇനി ബാക്കിയുള്ളതും പോകുമായിരിക്കും. കാരണം അതിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് ദിവസം ഒരു ലെസൺ പോലും പറയാത്ത സാഹചര്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും അത് ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു ആഹാരം കഴിച്ചാൽ പോലും അത് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കഴിക്കുക. അങ്ങനെയുണ്ടെങ്കിലും കാരണം പരാജയം വരുമ്പോൾ മനുഷ്യന് ഇൻട്രസ്റ്റ് കുറയും. ചുറ്റും നിന്ന് വാക്കുകൾ കൊണ്ട് ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന കുറേ പേര്, ഇത് അവഗണിക്കുന്ന, ഇതെല്ലാം കണ്ടിട്ട് ഒരു ലൈക്ക് പോലും തരാതെ അവഗണിക്കുന്ന കുറേ പേര്. നമ്മൾ ആരോടും ചോദിക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം അതാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് ശരിയാ അല്ലെങ്കിൽ തെറ്റാ, അങ്ങനെ ഒരിക്കലും ഒരു കമൻറ്റ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനാ വീഡിയോ ഒന്നും ഇടത്തില്ലെന്ന് വിചാരിച്ചാലും വേറൊരു ചാനലിൽ കൂടി ഇടേണ്ട ഒരു സന്ദർഭം വന്നു. കാരണം ആന്ധ്രയും തെലുങ്കാനയും മൊത്തവും തകർന്നു പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ മനസാക്ഷി അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി ആധികാരികമായ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിച്ചോണം. പ്രത്യേകിച്ചും ഗ്രഹണ സമയത്ത് ഒന്നും കഴിക്കാതിരിക്കുക. ആഡംബര നഗരങ്ങളിൽ താമസിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെയാണ്, ആഡംബര നഗരങ്ങളിൽ താമസിക്കുന്നവരൊന്നും സൂക്ഷിക്കുക. പ്രത്യേകിച്ചും വലിയ ആഡംബര ബിൽഡിങ്ങുകളിലൊന്നും താമസിക്കുന്നവർ സൂക്ഷിക്കുക. അതുപോലെ ആഡംബര വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും, അങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ ചിന്മുദ്രയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യങ്ങൾ വരുമ്പോൾ അതൊന്ന് നിയന്ത്രിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കടൽ തീരങ്ങളിലൊക്കെ പോരുന്ന എപ്പോഴും പറഞ്ഞു, കാരണം സുനാമി പോലെ അതുപോലെ വലിയ തിരകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. തിരക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോഴും ഒന്ന് സൂക്ഷിക്കുക. ഭഗവാന്റെ ഭക്തന്മാരെയും ഭഗവാന്മാരെയും ഒന്നും നിന്ദിക്കാതിരിക്കുക. നമ്മൾക്ക് ആരെങ്കിലും ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ച് പോകട്ടെ എന്ന് വിചാരിക്കുക, പക്ഷേ നിന്ദിക്കാതിരിക്കുക. രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം വളരെയധികം സൂക്ഷിക്കും. 2-3 ദിവസത്തിനുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തൊക്കെ ഉള്ളവർ ആ മനസ്സിനെ വളരെയധികം നിയന്ത്രിക്കണം. കാരണം കടുത്ത ചില നടപടികളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ഫാക്ടറികളൊക്കെ ഇല്ലേ, പ്രത്യേകിച്ച് മീരാസ്, ഇന്ന് തന്നെ ഒരു മണം പോലെ വന്നു നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫാക്ടറികളൊക്കെ ലീക്കേജ് വല്ലതും ഉണ്ടോ എന്നൊന്നും സൂക്ഷിക്കുക. വീട്ടിലായാലും ഗ്യാസൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കറണ്ട് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ എന്തൊക്കെയാണ് ഈ എല്ലാ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം എല്ലാ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു
പിണിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങ് ഒരു ദോഷം ചെയ്യുക എന്ന് പറയത്തില്ലേ, ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 13 വരെ അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞുള്ള ഗ്രഹസ്ഥിതികൾ നമ്മൾ അമ്മരവിടുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഈ വാക്കുകൾ കൊണ്ടുള്ള ആ കുഴപ്പങ്ങളില്ലേ, ഒരുപാട് വരുന്ന സന്ദർഭമാണ് ഇത്. ചിന്തിക്കാതെ ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഒരു ദിവസം ഒരു 2 വീഡിയോയിലൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നതാണ് ഗ്രഹസ്ഥിതികളെ കുറിച്ച്. പക്ഷേ എന്തോ ഭയങ്കര പാടാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് അത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര വായിച്ച് പഠിച്ച് ഈ ശാസ്ത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓം നമഃ ശിവായ.